ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബ്ലാക്ക് ടോൺ ഡയറീസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മിത്തിക്കൽ ക്രീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ തികച്ചും സാങ്കല്പികമായി തോന്നുന്നതും യഥാർത്ഥത്തിലുള്ളതുമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾക്കത് എന്താണെന്ന് ഗസ് ചെയ്യാമോ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഫസ്റ്റ് ഇതിൽ വരുന്നത് വിച്ചാണ്. അതെ, മന്ത്രവാദിനി അല്ലെങ്കിൽ ദുർമന്ത്രവാദിനി. നാടോടി കഥകളിലൊക്കെ ഇവർ ഒരു മാന്ത്രിക ചൂലിൻ്റെ സഹായത്തോടെ പറന്നു നടക്കുന്നു എന്നും കറുത്തതും കൂർത്ത മുനയുള്ളതുമായ തൊപ്പികളൊക്കെ വെച്ച് കണ്ടാൽ വിരൂപിയായ ഒരു വൃദ്ധയായ സ്ത്രീ എന്നും പറയപ്പെടുന്നു. ഇവർ വളരെ ശക്തിശാലികളും മാന്ത്രിക വിദ്യകളിൽ കഴിവുള്ളവരുമാണ്. ഇവർ ദുരാത്മാക്കളുമായോ പിശാചുക്കളുമായോ ഉള്ള ഉടമ്പടിയിൽ, പ്രത്യേകിച്ചും ദുർമന്ത്രവാദം അഥവാ ബ്ലാക്ക് മാജിക് ചെയ്യുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഇവർ ഈ ശക്തികൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ് ഉപയോഗിക്കുന്നത്. മന്ത്രവാദിനി എന്ന് പറയുമ്പോൾ സാധാരണയായി നമ്മുടെ മനസ്സിൽ വരുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീയുടെ രൂപമാണ്. എന്നാൽ എപ്പോഴും അങ്ങനെയല്ല, നല്ല വിച്ചുകളും ഉണ്ട്. ദുർമന്ത്രവാദിനികൾ ബ്ലാക്ക് മാജിക് ഉപയോഗിക്കുന്നുവെങ്കിൽ നല്ല മന്ത്രവാദികൾ വൈറ്റ് മാജിക് ഉപയോഗിക്കുന്നു. എന്നാൽ ഇവർ ഫിക്ഷണൽ കഥകളിൽ വരുന്ന ക്യാരക്ടേഴ്സ് മാത്രമല്ല, ഇപ്പോഴും ഇവർ നമ്മുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. കേരളത്തിൽ ഇങ്ങനെയുള്ളവർ കുറവാണെങ്കിലും നോർത്ത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഇവർ ഫേമസ് ആണ്. യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക എന്നിവിടങ്ങളിലാണ് വിച്ച് ക്രാഫ്റ്റ് പ്രാക്ടീസ് കോമണായി നടന്നു വരുന്നത്. ചാനലിംഗ്, മാജിക്, സ്പെൽ കാസ്റ്റിംഗ്, പോഷൻ മേക്കിംഗ് ഒക്കെയാണ് ഇവരുടെ ബേസിക് ആയിട്ടുള്ള എബിലിറ്റീസായി പറയുന്നത്. എന്നാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് എലമെൻ്റൽ മാനിപ്പുലേഷൻ, ടെലിക്കിനസിസ്, ഡൈമെൻഷൻ, ആസ്ട്രൽ പ്രൊജക്ഷൻ, ഷേപ്പ് ഷിഫ്റ്റിംഗ് എന്നിവ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും മറന്നുപോകാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.